മദ്യനയ കേസിൽ ഇഡി അറസ്റ്റിലായതിനു ശേഷമുള്ള ആദ്യ ഉത്തരവ് പുറപ്പെടുവിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത കെജ്രിവാളാണ് ഉത്തരവ് പുറത്തുവിട്ടത്. സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരണം. BJP പ്രവർത്തകരോട് വെറുപ്പ് പാടില്ല. നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ് അവർ. രാജ്യത്തിന് അകത്തും പുറത്തുനിന്നുമുള്ള ശക്തികൾ ഇന്ത്യയെ ദുർബലപ്പെടുത്തുകയാണ് എന്നായിരുന്നു കെജ്രിവാളിന്റെ സന്ദേശം. ഇത്തരം ശക്തികളെ തിരിച്ചറിഞ്ഞ് പരാജയപ്പെടുത്താൻ ജാഗരൂകരാകണം. ഒരു ജയിലിനും എന്നെ അധികകാലം അഴിക്കുള്ളിലാക്കാൻ കഴിയില്ല. ഞാൻ ഉടൻ പുറത്തുവന്ന് നൽകിയ ഉറപ്പുകൾ പാലിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് BJP നടത്തുന്നത്. അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന ആവശ്യം അവർ ശക്തമാക്കുന്നു. എന്നാൽ അദ്ദേഹം ജയിലിൽ നിന്ന് സർക്കാരിനെ നയിക്കുമെന്ന നിലപാടിലാണ് AAP. നിർദ്ദേശം പുറത്തു വന്നതിന് പിന്നാലെ കെജ്രിവാളിനെ പ്രശംസിച്ചുകൊണ്ട് AAP നേതാവും മന്ത്രിയുമായ അതിഥി രംഗത്തെത്തുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം തന്നെക്കുറിച്ചല്ല ഡൽഹിയിലെ ജനങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയും കുറിച്ചാണ് ചിന്തിക്കുന്നതെന്നും അതിഷി പറഞ്ഞു. എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിനെതിരെയും BJP ആക്രമണം ശക്തമാക്കി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പുറത്തുവിട്ട വിഷയത്തിലാണ് ഭാര്യ സുനിത കെജ്രിവാളിനെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. സുനിത കെജ്രിവാൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്ന് ഒരു അഭിമുഖം നൽകി. അവർക്ക് അതിൽ ഒരു നാണക്കേടും തോന്നിയില്ല. EDയും CBIയും നല്ല രീതിയിൽ പ്രവർത്തിച്ചുവെന്ന് രാജ്യത്ത് ഒരു ചർച്ച നടക്കുന്നു. 2014 മുമ്പ് EDയും CBIയും ഇതുപോലെ പ്രവർത്തിച്ചിരുന്നില്ല. കാരണം 2014 മുമ്പ് കോൺഗ്രസ് സർക്കാർ ഏജൻസികൾക്ക് ആ അധികാരം നൽകിയില്ല. കാരണം പാർട്ടിയിലാകെയുള്ള അഴിമതി സംരക്ഷിക്കേണ്ടതായിരുന്നു. 2014 ശേഷം സർക്കാർ മാറി. നരേന്ദ്രമോദി പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു. അത് ഏത് ഏജൻസിയായാലും അവർക്ക് സ്വാതന്ത്ര്യം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുനിത കെജ്രിവാളിന് വേദനയോടെ സംസാരിക്കേണ്ടി വന്നതിന് പിന്നിൽ അരവിന്ദ് കെജ്രിവാളാണ് ഉത്തരവാദിയെന്നും ഡൽഹി BJP പ്രസിഡന്റ് വീരേന്ദ്ര സച്ദേവ അഭിപ്രായപ്പെട്ടു. കെജ്രിവാൾ സർക്കാർ സംവിധാനങ്ങളും വീടും കാറും സുരക്ഷാ സംവിധാനങ്ങളും സ്വീകരിക്കുന്ന സമയത്ത് അവർ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു എങ്കിൽ കൂടുതൽ നന്നാകുമായിരുന്നു. ഇതൊന്നും സ്വീകരിക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള പ്രഖ്യാപനമെന്നും വീരേന്ദ്ര സച്ദേവ പ്രതികരിച്ചു.